വെൽക്കം ഓൾ യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വോയിസ് ഓഫ് ആലിഫ്. ഈ വീഡിയോയിൽ 15-ാമത്തെയും 16-ാമത്തെയും ഹിബ്രു ആൽഫബറ്റ്സ് ആയ ഷമീഖ് ആൻഡ് ഐൻ എന്ന ലെറ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഷമീഖ് എന്ന അക്ഷരത്തിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 60 ആണ്. ഷമീഖിൻ്റെ പിക്ടോഗ്രാഫ് നോക്കുകയാണെങ്കിൽ തോൺസ് അല്ലെങ്കിൽ മുള്ള് പോലെ നമുക്ക് കാണാൻ കഴിയും. ഷമീഖ് എന്ന അക്ഷരം ഒരു മുള്ളിൻ്റെ രൂപത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഷമീഖിൻ്റെ അർത്ഥങ്ങൾ തോൺ, സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്റ്റ്. ഇത് കരുതലും സംരക്ഷണവും അർത്ഥമാക്കുന്നു. ഇത് അപകടങ്ങളിൽ നിന്നോ വിഷമങ്ങളിൽ നിന്നോ രക്ഷപ്പെടാൻ സഹായിക്കുന്ന ശക്തിയും പിന്തുണയുമാണ് സൂചിപ്പിക്കുന്നത്. ആദ്യകാലത്ത് 3 വരകൾ വരച്ചിട്ട് മുള്ളിനെ സൂചിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഷമീഖിൻ്റെ പിക്ടോഗ്രാഫ്. അതിനുശേഷം പിന്നീട് വളരെ കട്ടിയുള്ള രീതിയിലേക്കുള്ള രൂപത്തിലേക്കും പിന്നീട് ലളിതമായിട്ട് കുറേ വളവുകളൊക്കെയുള്ള രീതിയിലേക്ക് മാറുകയും ആധുനിക രൂപത്തിലേക്ക് പിന്നീട് ഷമീഖ് എന്ന അക്ഷരം വളരെ സിമ്പിളായിട്ട് ഒരു സർക്കിളൊക്കെ പോലെയുള്ള രൂപത്തിലേക്കാണ് മാറിയത്. ആദ്യകാലത്ത് മുള്ളുകൾ പോലെ ആണ് കാണപ്പെട്ടതെങ്കിലും പിന്നീട് അത് ഇപ്പോഴത്തെ ലളിതവും വായിക്കാൻ എളുപ്പവുമുള്ള രൂപത്തിലേക്ക് പരിണമിച്ചിട്ടുണ്ട്. ഷമീഖ് എന്നത് 15-ാമത്തെ ഹീബ്രു അക്ഷരമാണ്. അവയുടെ ഉച്ചാരണം എസ് എന്നാണ്. അവയുടെ ന്യൂമറിക്കൽ വാല്യൂ 60 ആണ്. ഷമീഖ് എന്ന അക്ഷരം ഒരു ടോൺ പോലെയുള്ള രൂപത്തിലാണെന്ന് പറഞ്ഞുവല്ലോ. ഇതെന്താണ് സിംബലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സിംബലൈസ് ചെയ്യുന്നത് മുന്തിരിത്തോപ്പുമായിട്ടാണ്. അതായത് വളർന്നു വരുന്ന മുന്തിരിക്കണ്ണികൾക്ക് അതുപോലെ അവയുടെ പഴങ്ങൾക്കും സപ്പോർട്ട് നൽകുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രാചീന കാലത്ത് തോൺസ് പോലെയോ അല്ലെങ്കിൽ റിബ് പോലെയുള്ള രൂപമായിരുന്നു ഷമീഖിനുണ്ടായിരുന്നത്. ചുരുക്കത്തിൽ ഹീബ്രു പദം ഷമീഖ് എന്നത് പിന്തുണ നൽകുക, നിലനിർത്തുക എന്നൊക്കെയാണ്. ഒരു വളരുന്ന ചെടിക്ക് ടെറേസ് നൽകുന്ന പിന്തുണ പോലെയാണിത്. അതുപോലെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മറികടക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ അല്ലെ സപ്പോർട്ടാണ് ഇവിടെ ഷമീഖ് എന്ന ഹീബ്രു അക്ഷരം കൊണ്ട് അർത്ഥമാക്കുന്നത്. As you can see a shield in this picture. ഇതിലൊരു ഷീൽഡ് പോലെ അല്ലെങ്കിൽ ഒരു ഹാർട്ട്, ഒരു ജീവൻ സംരക്ഷിക്കുന്ന സ്ഥലം പോലെ ഷമീഖ് കാണാം. അവ എന്തൊക്കെയാണ് സിംബലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ, ഡെലിവറൻസ് ഫ്രം ട്രബിൾ, അതായത് വേദനയിൽ നിന്നൊക്കെയുള്ള ഒരു രക്ഷ, അതുപോലെ നന്മ, അനുഗ്രഹം, പ്രാർത്ഥന എന്നിവയൊക്കെയാണ് ഇവയെ അർത്ഥമാക്കുന്നത്. ഒരു ഷീൽഡ് പോലെയാണ് ഈ അക്ഷരം കാണുന്നതെന്ന് പറഞ്ഞു. ഒരു കവചം, സുരക്ഷാ കവചം പോലെ ആണ് ഈ അക്ഷരം കാണുന്നത്. ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ദൈവം നമ്മെ സഹായിക്കുക അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും സ്നേഹവും ഒക്കെയാണ് ഇവിടെ കാണാൻ കഴിയുക. സങ്കീർത്തനം 32:7 ഇങ്ങനെ വായിക്കുന്നു: നീ എനിക്ക് മറുവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. അടുത്ത അക്ഷരമാണ് ഐൻ. ഐൻ എന്ന് പറയുന്നത് 16-ാമത്തെ ഹീബ്രു ലെറ്ററാണ്. ഐൻ എന്ന അക്ഷരത്തിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 70 ആണ്. അവയുടെ പിക്ടോഗ്രാഫ് ഒരു കണ്ണാണ്. ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഒരു കണ്ണ് പോലെയാണ് അവയുടെ പിക്ടോഗ്രാഫ് വരച്ചിരിക്കുന്നത്. അവയുടെ അർത്ഥങ്ങൾ എന്ന് പറയുന്നത് ഐ, വാച്ച്, എക്സ്പീരിയൻസ് എന്നൊക്കെയാണ്. അതായത് കണ്ണ്, നിരീക്ഷിക്കുക, അനുഭവിക്കുക. എന്ന അക്ഷരം നേരത്തെ പറഞ്ഞതുപോലെ കണ്ണിൻ്റെ രൂപത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കണ്ണ് നമ്മുടെ ചുറ്റുപാടുകളെ കാണാനും നിരീക്ഷിക്കാനും സഹായിക്കുന്നതിന് മുഖ്യ കാര്യമാണ്. അതുപോലെ ഐൻ എന്ന അക്ഷരം ജീവിതത്തെ ശ്രദ്ധിക്കുകയും അവഗണിക്കാതെ അനുഭവിക്കുകയും ചെയ്യാനുള്ള കഴിവിനെയും പ്രതികരിക്കുന്നു. ഐൻ എന്ന അക്ഷരത്തിന് മറ്റക്ഷരങ്ങളെ പോലെ രൂപമാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് കണ്ണിൻ്റെ സമാനമായിട്ടുള്ള ഒരു വൃത്താകൃതിയിലുള്ള ഒരു രൂപമായിരുന്നു. കണ്ണിൻ്റെ ഉള്ളിലെ കൃഷ്ണമണി ഈ ആദ്യത്തെ ചിത്രത്തിൽ വ്യക്തമാണ്. പിന്നീട് മിഡിൽ ഹീബ്രുവിലേക്ക് വന്നപ്പോൾ ഒരു വൃത്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലേറ്റ് ഹീബ്രുവിൽ നിന്നും പിന്നെ മോഡേൺ ഹീബ്രുവിലേക്കും വളരെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആദ്യകാല ഹീബ്രു ലിപിയിൽ കണ്ണിൻ്റെ സദൃശ്യമായ രൂപം ഇപ്പോഴത്തെ ലളിതവും സങ്കേതവുമായ രൂപത്തിലേക്ക് പരിണമിച്ചിരിക്കുന്നു. ഇവിടെ പിക്ചറിൽ കാണുന്നത് ഐൻ അക്ഷരത്തിൽ നിന്നുള്ള ചില പ്രധാന ഹീബ്രു വേർഡ്സ് ആണ്. ഈ വേർഡ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഐൻ എന്ന ഹീബ്രു ലെറ്റർ കൊണ്ടാണ്. പറഞ്ഞ വാക്കുകൾ ഞാനിപ്പോൾ വായിക്കുന്നതാണ്. ഏദ്, ഏദ, എമദ്, എമുദ്,
എവെദ്, എസ. അവയുടെ അർത്ഥങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഒരു പ്രവൃത്തി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സേവനമോ അല്ലെങ്കിൽ പ്രവൃത്തിയോ ഒക്കെയാണ് ഈ അക്ഷരത്തിൽ ഉൾപ്പെടുന്നത്. എന്ന അക്ഷരം ചേരുമ്പോൾ കിട്ടുന്ന ഒരു മീനിങ് എന്നത് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുക അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ കാര്യക്ഷമതയോടെ ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഐൻ എന്ന അക്ഷരത്തെ വളരെ മനോഹരമായ രീതിയിൽ വരച്ചിരിക്കുന്നത് കാണാം. മുകളിൽ ഐ ഓഫ് ദ ലോഡ് എന്ന് ഐനെ വിശേഷിപ്പിക്കുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ കണ്ണ് എന്ന്. ലൂക്ക 11:34 ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ വിളക്കാണ്. അതായത് മനസ്സിലെ നന്മയും ദോഷങ്ങളും ഒക്കെ നമ്മുടെ കണ്ണിൽ കാണാം എന്നുള്ള രീതിയിലാണ് അവയുടെ അർത്ഥം. നല്ല കണ്ണുകൾ, അതായത് ശുദ്ധമായ മനസ്സ് ഉണ്ടെങ്കിൽ ശരീരത്തെ മുഴുവനും പ്രകാശത്തോടെ നിറയ്ക്കും. ദുഷ്ടമായ കണ്ണുകളുണ്ടെങ്കിലോ അതായത് അശുദ്ധമായിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ മുഴുവനും ഇരുട്ടിലാക്കും എന്നാണ്. മനസ്സ് എത്രമാത്രം ശുദ്ധമാണെന്നതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രകാശിക്കുന്നതും ഇരുട്ടിലുമാക്കുന്നതുമായ കാര്യങ്ങളെ നിർണ്ണയിക്കുന്നത്. ഈ വീഡിയോയിൽ സമയത്തിൻ്റെയും അതിൻ്റെയും ചെറിയൊരു വിശദീകരണം മാത്രമായിരുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ഷലോം ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.